ഖത്തർ മുൻ അമീറിന്റെ നിര്യാണം അനുശോചനവുമായി ഒമാൻ പ്രതിനിധികൾ ഖത്തറിൽ. സോഷ്യൽ മീഡിയയിൽ ആരോഗ്യ പ്രൊഡക്റ്റുകൾ പ്രചരിപ്പിക്കാറുണ്ടോ? ഒമാനിലെ നടപടികളെക്കുറിച്ച് ജാഗ്രത വേണം. അടച്ചിട്ട പൊതുസ്ഥലങ്ങളിൽ പുകവലി ഒഴിവാക്കണം. നിയമങ്ങൾ പാലിക്കാൻ മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ഓർമ്മപ്പെടുത്തൽ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ അനുശോചനം നേരിട്ടറിയിക്കാൻ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് ഖത്തറിലെത്തി. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ പ്രത്യേക പ്രതിനിധിയായാണ് ദോഹയിലേക്ക് പുറപ്പെട്ടത്. സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രി ഈ ഔദ്യോഗിക സന്ദർശനത്തെ അനുഗമിക്കുന്നുണ്ട്. ഒമാൻ സുൽത്താന്റെയും ഒമാനിലെ ജനങ്ങളുടെയും അഗാധമായ ദുഃഖവും ആദരാഞ്ജലികളും അദ്ദേഹം ഖത്തർ ഭരണകൂടത്തെയും ജനങ്ങളെയും അറിയിച്ചു. അടച്ചിട്ട പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധന നിയമങ്ങൾ സ്വദേശികളും പ്രവാസികളും കൃത്യമായി പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. പുകവലിക്കുന്നവർ പുറത്തുവിടുന്ന പുക ശ്വസിക്കുന്നത് പുകവലിക്കാരെ മാത്രമല്ല, ചുറ്റുമുള്ളവരുടെ ആരോഗ്യത്തെയും കൂടി ഗുരുതരമായി ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. അടച്ചിട്ട സ്ഥലങ്ങളിൽ പുകവലി കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ശ്വാസകോശ രോഗബാധിതർ എന്നിവർക്ക് കടുത്ത തോതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ പുകവലി രഹിത അന്തരീക്ഷം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. മതിയായ ലൈസൻസ് ഇല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ വെബ്സൈറ്റുകളോ വഴി മരുന്നുകളോ ആരോഗ്യ സംബന്ധമായ ഉൽപ്പന്നങ്ങളോ പ്രചരിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെതിരെ ഒമാൻ വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കർശന മുന്നറിയിപ്പ് നൽകി. ആവശ്യമായ ലൈസൻസുകളില്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ പരസ്യം ചെയ്യുന്നതോ ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഒമാനിലെ നിയമപ്രകാരം വിൽപ്പനക്കാരും പരസ്യദാതാക്കളും നിയമപരമായ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ വസ്തുക്കൾ, ഹെർബൽ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അംഗീകാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വ്യാജമോ ഗുണനിലവാരമില്ലാത്തതോ കാലാവധി കഴിഞ്ഞതോ ആയിരിക്കാമെന്നതും ഇത് ആരോഗ്യത്തിന് ഗുരുതര ഭീഷണിയാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും മുമ്പ് ആവശ്യമായ ലൈസൻസുകൾ ഉറപ്പാക്കണമെന്നും നിയമങ്ങൾ പാലിച്ച് ഉപഭോക്തൃ സുരക്ഷയും വിപണിയുടെ വിശ്വാസ്യതയും സംരക്ഷിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കും.